എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു, അത്രത്തോളം എത്തിയില്ല. ഇന്നലത്തെ റിവ്യൂ കണ്ട പോലെ അത്രയ്ക്ക് മോശമൊന്നുമില്ല, കൊള്ളാം. ഒരു വൺ ടൈം വാച്ച്, പിന്നെ 150 റുപ്പീസിനൊക്കെ വെർത്താണ്. ഈ നെഗറ്റീവ് ഒക്കെ കേട്ടിട്ടാണ് വന്നത്, പക്ഷേ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. പക്ഷേ ഒരു രക്ഷയില്ല, അടിപൊളി. പിന്നെ ഒരു ലോകേഷ് പടം എന്നുള്ള രീതിയിൽ എക്സ്പെക്ടേഷൻ വെച്ച് വന്നു കഴിഞ്ഞാൽ ഒന്നും കിട്ടൂല. ഈ LCU എന്ന് പറഞ്ഞ പ്രതീക്ഷ എല്ലാവരും കയറുന്നതുകൊണ്ടാണ് ഇത് നെഗറ്റീവ് വന്നത്. നോർമലി ഒരു രജനീകാന്ത് പടം കാണുന്നത്, ഇപ്പോൾ ജയിലർ കണ്ടാണൊക്കെ നിങ്ങളിത് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന്. അങ്ങനെ ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്ത രജനീകാന്ത്, ഉപേന്ദ്ര, നാഗാർജുന, സൗബിൻ തുടങ്ങിയ നീണ്ട താരനിൽ ഒന്നിക്കുന്ന കൂലി ഇന്ന് റിലീസായി 2ാം ദിവസം. അപ്പോൾ ആദ്യ ദിവസം എനിക്ക് മികച്ച റിപ്പോർട്ട്, നല്ലൊരു മിക്സഡ് റെസ്പോൺസിലായിരുന്നു. അപ്പോൾ 2ാം ദിവസം ഈ ഒരു അഭിപ്രായങ്ങൾ അറിഞ്ഞും അറിയാതെയും ധാരാളം പ്രശ്നം ചോദിക്കാം സിനിമ എങ്ങനെയാണെന്നുള്ളത്. ഒരു രക്ഷയില്ല, ആണോ? അടിപൊളി. 3 പേര് സൂപ്പറായിട്ടുണ്ട്, എല്ലാവരും ഉണ്ട്. രജനീകാന്ത് അടിപൊളി, അമീർ ഖാൻ സൂപ്പർ. അമീർ ഖാനൊക്കെ ഒരു രക്ഷയില്ല, ഒടുക്കത്തെ സ്നാഗാണ്. നാഗാർജുന ഒരു രക്ഷയില്ല, അറിയാതെയാണോ വന്നത്? റിവ്യൂ ഞാൻ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാതെയാണ് വന്നത്. സൂപ്പർ രജനീകാന്ത് സൂപ്പർ. കൊള്ളാം. ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ വന്നു കണ്ടു കഴിഞ്ഞാൽ നല്ല പടമാണ്. പിന്നെ ഒരു ലോകേഷ് പടം എന്നുള്ള രീതിയിൽ എക്സ്പെക്ടേഷൻ വെച്ച് വന്നു കഴിഞ്ഞാൽ ഒന്നും കിട്ടൂല. ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല പടമാണ്, എന്തായാലും ഇഷ്ടപ്പെടും. പിന്നെ അനിരുദ്ധ് നല്ല രീതിക്ക് ചെയ്തു വെച്ചിട്ടുണ്ട്. ലോകേഷ് എവിടെയൊക്കെയോ സാധാരണ ഇതുവരെയുള്ള പടങ്ങളെ ഗ്രാഫ് വെച്ചാണെങ്കിൽ നല്ല രീതിക്ക് താന്നു പോയിട്ടുണ്ട്. പക്ഷേ അതേപോലെ എലിവേഷൻ സീൻസും ഉണ്ട്. പിന്നെ ഫ്ലാഷ് ബാക്ക് ഒരു രക്ഷയില്ല, മസ്റ്റ് വാച്ച്, തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അമീർ ഖാൻ റോൾ ആവും പറഞ്ഞിട്ടുണ്ടല്ലോ. അമീർ ഖാന്റെ ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നിയിട്ടില്ല ബ്രോ. കാര്യം ഇല്ലെങ്കിലും പടം പോയേനെ. പിന്നെ ഒരു ഹിന്ദി പ്രൊമോഷൻ എന്ന രീതിക്ക് കൊണ്ടുവന്നതാണെങ്കിലും കൊള്ളാം, കുഴപ്പമില്ല, ഇഷ്ടപ്പെട്ടു. അമീർ ഖാന്റെ ആ ഒരു സംഭവം ചെയ്തു വെച്ചിരിക്കുന്ന നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമ ഇഷ്ടപ്പെട്ടു, കൊള്ളാം. ഇന്നലത്തെ റിവ്യൂ കണ്ട പോലെ അത്രയ്ക്ക് മോശമൊന്നുമില്ല, കൊള്ളാം. ഒരു വൺ ടൈം വാച്ച്, പിന്നെ 150 റുപ്പീസിനൊക്കെ വെർത്താണ്. ഇത് പ്രതീക്ഷ കൂടിപ്പോയാണോ? ഇനി ഹൈപ്പ് കൂടിയതിന്റെ പ്രശ്നമുണ്ട്. ഹൈപ്പ് ഇല്ലാതെ കണ്ട സെറ്റ് സിനിമയാണ്. ഇത്ര നെഗറ്റീവിന്റെ ആവശ്യമില്ലല്ലേ? ഇത്ര നെഗറ്റീവിന്റെ ഒന്നും ആവശ്യമില്ല. നമുക്കൊക്കെ സൗബിൻ കിടലാണ്. സൗബിനെ ആദ്യം സൗബിനെ കിട്ടുന്നത്. സൗബിൻ, പിന്നെ ഉപേന്ദ്ര ഒക്കെ ഉപേന്ദ്ര സീൻ വന്നപ്പോൾ ഓറ എന്തോ കയറിയ പോലെയാണ് ഉപേന്ദ്ര. ഈ നെഗറ്റീവ് ഒക്കെ കേട്ടിട്ടാണ് വന്നത്, പക്ഷേ എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. പക്ഷേ കൊള്ളാം, എനിക്ക് നെഗറ്റീവിൻ്റെ അത്ര ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കിടിലം പടം എനിക്ക് തോന്നിയത്. അമീർ ഖാനെ നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അമീർ ഖാൻ കൊള്ളാം, പക്ഷേ ഇതിൻ്റെ ആ റോള് ചെയ്യാൻ അമീർ ഖാൻ തന്നെ വേണമെന്ന് എനിക്ക് നിർബന്ധമായിട്ട് തോന്നിയില്ല. പക്ഷേ ആ റോൾ അമീർ ഖാൻ തന്നെ ചെയ്യണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ പടം എനിക്കെന്തോ വർക്കായി പേഴ്സണലി. ഇത്രയും നെഗറ്റീവായിട്ട് ഇന്നലെ ഭയങ്കര ഹൈപ്പായി കയറിയാണ് ഇരുന്നത്. അപ്പം ഇന്നത്തെ നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ കേട്ടപ്പോൾ ഇന്നത്തെ ഹൈപ്പ് പോയി. അങ്ങനെ ഹൈപ്പൊന്നും ഇല്ലാതെ ഒന്ന് കണ്ടുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത് നല്ല സിനിമയായിട്ടാണ് തോന്നിയത്. നോട്ട് ആസ് എക്സ്പെക്റ്റഡ്. ബൈ എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു, അത്രത്തോളം എത്തിയില്ല. ഓക്കെ പ്രതീക്ഷയില്ലാതെ വന്നാൽ ഓക്കെ ആണല്ലേ? രജനീകാന്ത് സൂപ്പർ ആയിരുന്നു. അമീർ ഖാൻ കുറച്ചുകൂടെ പോർഷൻ അമീർ ഖാൻ ഉണ്ടായിരുന്നത് നമുക്ക് കുറച്ചുകൂടെ ത്രില്ലായിരുന്നു, പ്രതീക്ഷിച്ചു. അങ്ങനെ ബാക്കി ലേഡി ക്യാരക്ടേഴ്സ് കൊള്ളായിരുന്നു. കുറച്ച് ലാഗിങ് ആയിട്ട് തോന്നി ഇടയ്ക്കിടയ്ക്ക്. തിയേറ്ററിൽ നമുക്ക് പടം വർക്കാവും, കണ്ടു നോക്കണം. അല്ലാതെ നെഗറ്റീവ് റിവ്യൂ അടിക്കേണ്ട കാര്യമില്ല, തിയേറ്ററിൽ വർക്കാവും. പ്രതീക്ഷ കൂടിപ്പോയാണോ നെഗറ്റീവ് വരുന്നത്? ഈ LCU എന്ന് പറഞ്ഞ പ്രതീക്ഷ എല്ലാവരും കയറുന്നതുകൊണ്ടാണ് ഇത് നെഗറ്റീവ് വന്നത്. നോർമലി ഒരു രജനീകാന്ത് പടം കാണുന്നത്, ഇപ്പോൾ ജയിലർ കണ്ടാണൊക്കെ നിങ്ങളിത് കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പറയാം. എനിക്ക് അത്ര പറയാനുള്ളൂ. കൊള്ളാം, അവസാനം വരെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ലാഗൊന്നുമില്ല. ഇതിൻ്റെ BGM അടിപൊളിയായിട്ടുണ്ട്. ആക്ഷൻ പൊളിയാണ്. സൗബിനാണ് കുറച്ചും കൂടെ പൊളിയായിട്ടുള്ളത്. LCUവിൻ്റെ ആ ഒരു പാർട്ടായിരുന്നു വിചാരിച്ചായിരിക്കും നെഗറ്റീവായിട്ട് പറഞ്ഞത്. പക്ഷേ ഒരു ചാനൽ മൂവി കൊള്ളാം, മറ്റേ മറ്റുള്ള ആയിരിക്കും. എനിക്ക് പ്രതീക്ഷ ഇല്ലാതും ഇഷ്ടപ്പെട്ടു. എന്താ എടുത്ത് പറയുന്നത്? ഇഷ്ടപ്പെട്ടു എല്ലാ സ്റ്റാർസും ഓറടിക്കത്തില്ല, കണ്ടുകൊണ്ടിരിക്കും. രജനീകാന്തൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? രജനീകാന്തൊക്കെ എങ്ങനെ ഉണ്ട്? സൂപ്പർ, അടിപൊളി.